അങ്ങനെ ഏപ്രിൽ കഴിഞ്ഞു. പ്രതീക്ഷയ്ക്ക് വകയുള്ള കുറേ സിനിമകൾ ഇനി മെയ് മാസത്തിൽ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. സോ മെയ്യുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് റിട്രോ ഇറങ്ങുന്നുണ്ട്. മെയ് 1 തന്നെ കാർത്തിക് സുബ്രാജ് ഒരുക്കുന്ന സൂര്യയുടെ ഇപ്പോഴത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ് എന്ന് പറയാം. കാരണം ഈ വർഷത്തിൽ നമ്മൾ ഓൾറെഡി കങ്കുവ കണ്ടു. അതിൻ്റെ ഒരു വലിയ ഫെയിലിയറാണ്. നമ്മൾ കുറച്ചെങ്കിലും ഒരു മെച്ചപ്പെട്ടൊരു സാധനം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതും അട്ടർ ഫ്ലോപ്പായി പോയത്. സോ കുറച്ച് പ്രതീക്ഷയുള്ള ഒരു സൂര്യയുടെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കുന്നൊരു സാധനം. ട്രെയിലറൊക്കെ ഒക്കെ ഡീസൻറ്റ് സാധനമായിരുന്നു. സോ ഡയറക്ടർ വിശ്വാസമുണ്ട്. ഒരു ഡയറക്ടർ ആക്ടർ കോംബോ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഹൈപ്പ് ചെറുതൊന്നുമല്ല. പക്ഷേ കങ്കുവയുടെ ഒക്കെ പോലെ വെറുതെ പറഞ്ഞ് ഹൈപ്പ് വരുത്തണമെന്ന് പറഞ്ഞാണ് ഞാൻ ഒരു വീഡിയോ പോലും ചെയ്യാതിരുന്നത്. പടം ഇറങ്ങട്ടെ, ഇറങ്ങിയിട്ട് നോക്കാം. സോ ഇതിനു മുമ്പ് ഹൈപ്പ് വെച്ച പല പടങ്ങളും കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയപ്പോൾ ഇതിന് ഉള്ള ഹൈപ്പ് മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം, ഇത് പടം എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം അത് മൊത്തത്തിലൊന്ന് പുറത്തേക്ക് വിടാൻ. സോ റിട്രോ 1 റിട്രോയുടെ അതേ ദിവസം തന്നെ കുറേ റിലീസുകളുണ്ട്. മെയ് 1 ഓൾറെഡി ലീവാണ്. സോ ഹിറ്റ് 3യും അന്ന് തന്നെയാണ് ഇറങ്ങുന്നത്. നമ്മുടെ ഞാനിയുടെ ഏറ്റവും പുതിയ പടം. ഇതൊരു എ റേറ്റഡ് മൂവിയാണ്. നല്ല കട്ട വയലൻസ് ആണെന്നുള്ളത് ഇതിൻ്റെ ഒരു ട്രെയിലർ നന്നായിട്ട് പ്രോമിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എ റേറ്റഡ് ആയിട്ട് പുറത്തിറങ്ങുന്ന നാനിയുടെ പടം. ഇതെല്ലാ ഭാഷകളുണ്ട്. സോ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, അങ്ങനെ ഹിന്ദി എന്നിങ്ങനെ എല്ലാ ഭാഷകളും ഇറങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. സോ ഇത് കൂടാതെ തണ്ടർ ബോൾട്ട് ഇറങ്ങുന്നുണ്ട്, നമ്മുടെ മാർവൽ ഹോളിവുഡ് മൂവി. സോ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അടുത്തിറങ്ങിയ സിനിമകളൊക്കെ തന്നെ വൻ ഷോക്കായിരുന്നു. പോരാത്തതിന് ഇറങ്ങിയ TV സീരീസുകളൊക്കെ തന്നെ ഒരു ആവറേജ് സാധനം തന്നെ. ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ഡെയർ ഡബിൾ ബോൺ അഗൈൻ മാത്രമാണ് കുറച്ചെങ്കിലും ഭേദപ്പെട്ടൊരു സാധനം എന്ന് പറയാം. അതല്ലാതെ ഒരു നല്ല മാർവൽ സിനിമ കണ്ട ഒരു കാലം തന്നെ മറന്നു. എൻഡ് ഗെയിം ശേഷം പക്കാ പോക്കാണ്. വലിയ സാധനങ്ങളൊന്നും ഒന്നും കണ്ടിട്ടുമില്ല. സോ വർഷം കുറേയായി. സോ ഒരു നോർമൽ ആവറേജ് യൂഷ്വൽ ഫ്ലിക്കാവുന്ന രീതിയിൽ മാത്രമാണ് തണ്ടർ ബോൾട്ടിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു സ്ഥിരം കാണുന്ന ഒരു സൂപ്പർ ഹീറോ മൂവി എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെ പ്രതീക്ഷ വെച്ചിട്ട് കാരണമെങ്കിലൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അധികം വലുതായിട്ട് മെച്ചപ്പെട്ടായിട്ടൊന്നും ചെയ്യുന്നുള്ളത്. ഓൾറെഡി ക്യാപ്റ്റൻ അമേരിക്ക നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടതാണ്. എന്ത് കൂറ സാധനമാണെന്നുള്ളത്. സോ അട്ടർ കൂറ ആയില്ലെങ്കിലും ഒരു തരക്കേടില്ലാത്തൊരു പടമായാൽ മതി എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ തണ്ടർ ബോൾട്ട് എന്ന പടത്തിലും. ഇതും ഇതേ ദിവസം തന്നെയാണ്, മെയ് 1 തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ഞാൻ ആഭ്യന്തര കുറ്റവാളി എന്നൊരു സിനിമ, ആസിഫലിൻ്റെ പടം, അത് ഇറങ്ങുമെന്നില്ലെന്ന് ഡൗട്ടാണ്. 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി കഴിഞ്ഞ മാസമൊക്കെ ഇറങ്ങേണ്ട പടമായിരുന്നു. സോ ഇതിൻ്റെ റിലീസ് ഡേറ്റ് എനിക്ക് വലിയ ഉറപ്പില്ല. എന്നാലും ഇത് 1 പറഞ്ഞിട്ടുള്ളത്. ദെൻ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞൊരു തമിഴ് ചിത്രം പുറത്തുണ്ട്. നമ്മുടെ ശശികുമാർ പ്രധാന വേഷത്തിലെടുത്തൊരു മൂവിയാണ്. ഒരു നല്ല കോമഡി ഡ്രാമ അല്ലെങ്കിൽ ഫാമിലി ഓറിയൻറ്റഡ് മൂവി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ദെൻ ലവ്ലി എന്നൊരു സിനിമ 2 പുറത്തിറങ്ങുന്നു. സോ 1 ഇത്ര റിലീസുകളാണുള്ളത്. അത് കഴിഞ്ഞ് മലയാളത്തിൽ നിന്നും ലവ്ലി എന്ന ചിത്രം. ഇത് ഒരു 3D പടമാണ്. നമ്മുടെ മലയാളത്തിൻ്റെ ഒരു ഈച്ചാവം എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. 7 ഇത് ലാസ്റ്റ് ബുള്ളറ്റ് എന്ന് പറഞ്ഞ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ മെയ് 8 3 മലയാള പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഒന്ന് സുമതി വളവ്, പിന്നെ സർക്കിട്ട്, പടക്കളം. ഇതിൽ സുമതി വളവിൻ്റെ ട്രെയിലർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദെൻ മെയ് 9 ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി പുറത്തിറങ്ങുന്നുണ്ട്. ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി ആയിരിക്കും. ദെൻ മെയ് 15 ലവ് ഡെത്ത് പ്ലസ് റോബോട്ടിന്റെ സീസൺ 4 പുറത്തിറങ്ങുന്നത്. ഇതിന്റെ ബാക്കിയുള്ള എല്ലാ സീസണും അടിപൊളിയാണ്. ബാക്കി 2, 3 ഒരു ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് സീസൺ അത് വേറെ ലെവൽ സാധനമാണ്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. ആന്തോളജി സീരീസാണ്. ഇതിൻ്റെ ഒരു സീസൺ 4 ട്രെയിലർ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആന്തോളജി മോഡൽ തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. സോ കുറച്ച് പ്രതീക്ഷയുള്ള റൈറ്റാണ് ലവ് ഡെത്ത് പ്ലസ് റോബോട്ട് എന്ന് പറയാം. ദെൻ മെയ് 16 ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും പുതിയ സിനിമ പുറത്തിറങ്ങുന്നത്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഇത് എപ്പോഴൊക്കെ ഇറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കൊലപാതകങ്ങളാണ് ഇവർ ചെയ്യുക. സോ മരണം എന്നുള്ള ഒരു സാധനം തന്നെയാണ് ഇതിൽ മുഴുവനായിട്ട്. അതേ സാധനം തന്നെ കുറച്ച് നമ്മൾ ഓൾറെഡി കുറേ സാധനമായിട്ട് നമ്മൾ കണ്ട് ശീലിച്ചു. സോ എന്ത് പുതിയ വെറൈറ്റിയാണ് ഈ ഫ്രാഞ്ചൈസിൽ കൊണ്ടുവരാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് ഈ പടത്തിൽ അറിയാം. ഫൈനൽ ഡെസ്റ്റിനേഷൻ മെയ് 16 ആയിരിക്കും പുറത്തിറങ്ങുക. ഐമാക്സ് ഉൾപ്പെടെ എല്ലാ ഫോർമാറ്റിലും ഈ സിനിമ അവൈലബിൾ ആണ്. ദെൻ 16 മലയാള ചിത്രമായ ടോമിനോയുടെ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ തമിഴിൽ നിന്ന് സൂര്യം, ഐശ്വര്യലക്ഷ്മി പ്രധാന വേഷത്തിലെത്തുന്ന മാമൻ എന്ന ചിത്രവും ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയും മെയ് 16 തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ഈ പടം നമ്മുടെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്നുള്ള പുറത്തിറങ്ങുന്ന ഒരു പടമാണ്. സോ മിന്നൽ മുരളിയായിട്ട് വല്ല കണക്ഷൻ ഉണ്ടാകുന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. ദെൻ ഇതേ ദിവസം 16 ദില്ലിക്ക് ദുഡ് എന്ന സന്താനത്തിന്റെ ആ ഒരു മൂവി ഫ്രാഞ്ചൈസിന്റെ ഹൊറർ മൂവി ഫ്രാഞ്ചൈസിന്റെ അടുത്ത പടം DD നെക്സ്റ്റ് ലെവൽ പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ ഇതേ ദിവസം 16 ആപ്പിൾ TV+ലൂടെ മർഡർ ബോട്ട് എന്നൊരു സീരീസും കൂടി പുറത്തിറങ്ങുന്നു. അലക്സാണ്ടർ സ്കാർഗാർഡ് പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സൈഫൈ സീരീസ് ആണ്. ഇതിന്റെ പ്ലോട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. നമുക്ക് കണ്ടറിയാം. ഓരോ എപ്പിസോഡുകളായിട്ടായിരിക്കും ഇറങ്ങുക ആപ്പിൾ TV+ലൂടെ. ദെൻ 16 തന്നെ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ ഒരു മലയാള ചിത്രം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 22 സൈലൻസ് എന്ന് പറഞ്ഞ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ഒരു ലിമിറ്റഡ് സീരീസ് ആയിരിക്കും ഇത്. ദെൻ മെയ് 23 മിഷൻ ഇമ്പോസിബിളിന്റെ ഫൈനൽ റെക്കണിംഗ് എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. നമ്മുടെ ഡെഡ് റെക്കണിങ്ങിന്റെ പാർട്ട് 2 അവസാനത്തെ മിഷൻ ഇമ്പോസിബിൾ പടം. സോ ഇതിന്റെ ആന്റിസിപ്പേഷനും ചെറുതൊന്നുമല്ല, ഹൈലി ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്. നമ്മുടെ ആ ഒരു ഫ്രാഞ്ചൈസ് തീരുകയാണ്. അതിൻ്റെ ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ആയിരിക്കും നമുക്കിതിൽ കാണാൻ പറ്റുക. ഈ ഒരു ക്യാരക്ടറിനെ നമ്മുടെ ഈത്തൻ ഹണ്ട് എന്ന നമ്മുടെ ടോം ക്രൂസ് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറെ നമുക്ക് കാണാൻ പറ്റില്ല. ഓരോ പടത്തിലും ഇതുവരെ ചെയ്യാത്ത അത്രയും ഹൈ റിസ്ക്കുള്ള സാധനങ്ങളാണ് മൂപ്പര് ചെയ്തുകൊണ്ടിരുന്നത്.
അതിൻ്റെ എക്സ്ട്രീം ലെവൽ ഇനി ഇപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലായിരിക്കും ഈ പടത്തിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രെയിലറൊക്കെ ഗംഭീരമായിരുന്നു. സോ പടം ഒരു വലിയ ഫോർമാറ്റിൽ കൺകുളിർക്കെ കാണേണ്ട ഒരു വലിയ പടമായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ ഈ മാസത്തിൽ തന്നെ ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമകളിലൊന്നാണ് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ്. ദെൻ 23-ാം തീയതി തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഫിയർ സ്ട്രീറ്റ് പ്രോം ക്യൂൺ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മൾ ഫിയർ സ്ട്രീറ്റ് ഫ്രാഞ്ചൈസിലെ അടുത്ത പടമാണ്. ഇതിന് മുമ്പ് ഇറങ്ങിയ ഫിയർ സ്ട്രീറ്റ് പടങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഐ തിങ്ക് ഒരു 3 പടങ്ങൾ 3 ആഴ്ചയായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 3 ടൈം ലൈനൊക്കെ വെച്ച്. അത് അടിപൊളി സാധനമായിരുന്നു. ദെൻ 23-ാം തീയതി തന്നെ ലിലോ ആൻഡ് സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു ഡിസ്നി ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ ഇതേ 23-ാം തീയതി തന്നെ ഫൗണ്ടൻ ഓഫ് യൂത്ത് എന്ന് പറഞ്ഞ പുതിയൊരു ചിത്രം ആപ്പിൾ TV+ലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ഗൈ റിച്ചി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഇതിൽ നമ്മുടെ ജോൺ ക്രസൻസ്കി, ഐസക് ഗോൺസാലസ്, നറ്റാലിയ പോർട്ട്മാൻ തുടങ്ങി വലിയ താരം തന്നെ അടങ്ങുന്ന ഒരു വലിയ സിനിമ. ഒരു ട്രഷർ ഹണ്ട് മോഡലുള്ള ഒരു അഡ്വഞ്ചർ മൂവിയാണ്. ദെൻ 23-ാം തീയതി തന്നെ ഷർഫുദ്ദീനും അനുപമ പ്രധാന വേഷത്തിലെത്തുന്ന പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ മെയ് 30-ാം തീയതിയാണ് വിജയ് ദേവരകൊണ്ടയുടെ ഏറ്റവും പുതിയ ചിത്രം കിങ്ഡം പുറത്തിറങ്ങുന്നത്. ആളുടെ റീസെന്റ് ഇറങ്ങിയ മറ്റെല്ലാ ഈ ഫാമിലി സ്റ്റാറും ലൈഗറും ഒക്കെ തന്നെ അട്ടർ ഫ്ലോപ്പായിരുന്നു. സോ ഇതിൽ വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ദെൻ ഇതേ ദിവസം തന്നെ ഈ മെയ് 30-ാം തീയതി തന്നെ കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ സിനിമ കരാട്ടെ കിഡ് ലെജൻഡ്സ് പുറത്തിറങ്ങുന്നുണ്ട്. ഇത് കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിലെ 6ാമത്തെ മൂവിയാണ്. ഇത് പോരാത്ത നമ്മുടെ കോബ്ര കൈ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. അതേ യൂണിവേഴ്സിൽ തന്നെയാണ് ഈ ഒരു സിനിമ നടക്കുന്നത്. അത് ഡയറക്റ്റ് അതിലെ ക്യാരക്ടേഴ്സ് ഒന്നും വരില്ലെങ്കിലും ചില ക്യാരക്ടേഴ്സൊക്കെ റിട്ടേൺ ആവുന്നുണ്ട്. പക്ഷേ അതിൽ അതേ കണ്ടിന്യൂഷൻ അല്ല. അത് കഴിഞ്ഞ് ആ സീരീസിൻ്റെ ഇവൻറ്റ്സ് കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ സിനിമയുടെ ഇവന്റ് കാണിച്ചു തരാം. സോ ഈ ഒരു ജാക്കി ചാൻ ചിത്രം കൂടി നമുക്ക് മെയ് 30-ാം തീയതി നമ്മൾ കാത്തിരിക്കുന്നത്. സോ ഇത്രയും സിനിമകളും സീരീസുകളാണ് വലിയ റിലീസുകളുള്ളത് മെയ് 30-ാം തീയതി. ഈ ലിസ്റ്റിൽ തന്നെ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങളെ അറിയാൻ കാത്തിരിക്കുന്നത് സിനിമ ഏത് സീരീസ് ഏതെന്നും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം.